Hey everybody, welcome to JaydsGarage. നമ്മളൊരു ഇന്ത്യയിലൊരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇൻ്റർനെറ്റ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നൊരു വണ്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഇറ്റ് ഈസ് ദ മെർസിഡീസ് F124. ഓട്ടോ എന്തൂസിയാസ്റ്റിൻ്റെ ഇടയിൽ മെർസിഡീസ് W124 എന്നുള്ളത് ഓൾമോസ്റ്റ് ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ്. ആൻഡ് വിത്ത് ഗുഡ് റീസൺ. കാര്യം 1984 മുതൽ 1997 വരെ ഇറങ്ങിയിട്ടുള്ള മെർസിഡീസിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ മിഡ് സൈസ് സെഡാൻസ് ആണ് ദ W124. അത് എത്ര പോപ്പുലർ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തന്നെ അധികം വണ്ടികളില്ല വേൾഡിൽ അതിൻ്റെ ഷാസി ഡെസിഗ്നേഷൻ വെച്ചിട്ട് എല്ലാവരും ആ വണ്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ W124 എന്നുള്ള ഇതിൻ്റെ ഒരു പേരാണെങ്കിലും ദർ വാസ് നെവർ എ സ്റ്റിക്കർ ഓൺ ദ കാർ ഓർ ഒഫീഷ്യലി ഒരു കസ്റ്റമറിനോട് പറഞ്ഞിരുന്നൊരു പേരല്ല 124. ഇറ്റ് വാസ് ജസ്റ്റ് ദ ക്ലാസ്. അപ്പോൾ എന്തായാലും നമുക്ക് W124 ഷാസിയുടെയും അതേപോലെ ഈ ഒരു എൻറ്റയർ പ്ലാറ്റ്ഫോം ഈ ഒരു വണ്ടിയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയിലോട്ട് നമുക്ക് പോവാം. W124ൻ്റെ ഡെവലപ്മെൻറ്റ് 1976 തുടങ്ങുന്നത്. സോ ഇറ്റ് ഹാഡ് ബിഗ് ഷൂസ് ടു ഫിൽ. കാര്യം അതുവരെ ദ വേൾഡ്സ് ഫേവറേറ്റ് കാർ എന്ന് തന്നെ പറയാം. ദ W123 സെഡാൻ, വാഗൺ ആൻഡ് ഓൾ ദ അതർ ഡെറിവേറ്റീവ്സ് ആയിരുന്നു മെർസിഡീസിൻ്റെ മെയിൻ സ്ട്രീം മോഡൽ. സോ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു കംപ്ലീറ്റ്ലി ന്യൂ ആർക്കിടെക്ചറിലുള്ള ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ദ W201 എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ബേബി ബെൻസിൻ്റെ ആ ഒരു ഈത്തോസിലാണ് W124 പണിതിരിക്കുന്നത്. സോ ഇറ്റ് കെയിം ഔട്ട് ടു ദ മാർക്കറ്റ് ഇൻ 1984. ആൻഡ് എനിക്ക് തോന്നുന്നു ദിസ് വാസ് ദ ലാസ്റ്റ് മെർസിഡീസ് ടു ഓഫർ സോ മെനി വേരിയൻറ്റ്സ്. കാര്യം ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വണ്ടിയുണ്ട്, ദ W124. W എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗൺ ഓർ കാർ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ജർമ്മനിൽ. അതിൻ്റെ അല്ലാണ്ട് നമുക്ക് വേറെ കുറേ വേർഷൻസും അതിൻ്റെ അവൈലബിൾ ആയിരുന്നു. സോ യു ഹാഡ് ദ C124 വിച്ച് വാസ് ദ കൂപ്പേ, യു ഹാഡ് ദ A124 വിച്ച് വാസ് ദ കാബ്രിയോലെ, പിന്നെ യു ഹാഡ് ദ V124 വിച്ച് വാസ് ദ ലിമോസീൻ, അതേപോലെ ദി F124 വിച്ച് വാസ് ബേസിക്കലി ദ കസ്റ്റം ബോഡി ഉണ്ടാക്കാനുള്ള ഒരു സ്പെഷ്യൽ വെഹിക്കിൾ പ്ലാറ്റ്ഫോം ആയിരുന്നു. ആൻഡ് അതിൻ്റെ തന്നെ ഒരു ലോങ് വീൽ ബേസ് വേർഷൻ ഉണ്ടായിരുന്നു വിച്ച് വാസ് ദ VF124. ആൻഡ് ദിസ് ഇസ് ദാറ്റ് ദ VF124, ദ റെയറസ്റ്റ് ഓഫ് ഓൾ ദ 124 പ്ലാറ്റ്ഫോംസ്. The W124 actually was one of Mercedes' most popular models, and over 2.7 million units were produced. അത്രയും ഒരു വലിയൊരു പ്രൊഡക്ഷൻ്റെ അകത്ത് ഈ സ്പെഷ്യൽ വെഹിക്കിൾസ്, ദാറ്റ് ഈസ് ദ V ആൻഡ് ദ VF പ്ലാറ്റ്ഫോമിനകത്ത് ആ കൂടെ ടോട്ടലായിട്ട് 6000 വണ്ടിയാണ് ഇത്രയും കൊല്ലത്തിലുണ്ടാക്കിയത്. ഈ 6000 വണ്ടിയിൽ നിന്ന് എടുത്ത് നോക്കിയാലും അതിൻ്റെ പകുതി പോലും ഇല്ലാത്ത ഒരു വേർഷനാണ് ദ VF124. സോ അത്ര റെയറായിട്ടുള്ളൊരു വണ്ടി നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഇറ്റ് ഈസ് റിയലി ആൻ ഓണർ. ആൻഡ് ഇന്ത്യയിൽ ദിസ് ഇസ് പോസിബിളി ദ ഓൺലി വൺ, അറ്റ്ലീസ്റ്റ് ദിസ് ഇസ് ദി ഓൺലി ഡോക്യുമെൻറ്റഡ് VF124 പ്ലാറ്റ്ഫോം കാർ ദാറ്റ് ഇസ് സർവൈവിങ്. അപ്പോൾ ഈ VF124 എന്ന് പറയുമ്പോൾ ഇത് സ്പെഷ്യൽ ബോഡി, അഗെയിൻ നമുക്ക് ഇതിൻ്റെ തുടക്കം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കാറിൻ്റെ. ദ ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉള്ളൂ ഫുള്ളായിട്ട് മെർസിഡീസ് ഫാക്ടറിയിൽ നിന്നുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഇതുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ എന്താവശ്യമാണോ ഇതിനുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വണ്ടിയിൽ കൊടുത്തത്. വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത് പറഞ്ഞാൽ W124 ഇപ്പോൾ ഒരു യങ് എന്തൂസിയാസ്റ്റിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ഫസ്റ്റ് കാർ ബൈ ആണ്. ആൻഡ് ഓൾസോ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ മെർസിഡീസ് ബെൻസ്, ദാറ്റ് ഈസ് ഒഫീഷ്യലായിട്ട് മെർസിഡീസ് ഡീലറിനെ വെച്ച് വിറ്റിട്ടുള്ള ആദ്യത്തെ മെർസിഡീസ് ബെൻസ് ആണ് ദ W124 ഇ ക്ലാസ്. അപ്പോൾ നമ്മൾ മെർസിഡീസ് 124ൻ്റെ പല ബോഡി സ്റ്റൈൽസിനെ പറ്റി കേട്ടു. അപ്പോൾ ഈ വണ്ടി, ദാറ്റ് ഈസ് ദ F124 അല്ലെങ്കിൽ ദ VF124 എന്താണ്? സോ ദിസ് ഈസ് ബേസിക്കലി എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. സോ മെർസിഡീസിൻ്റെ വണ്ടികൾ സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിനായിട്ട് ദ 50s മുതലേ ഉപയോഗിച്ച് തുടങ്ങുന്നതാണ്. പക്ഷേ ഈ വണ്ടികളൊന്നും മെർസിഡീസിൻ്റെ അവരുടെ സ്റ്റാൻഡേർഡ് അസംബ്ലി ലൈനിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് പ്രൊഡക്ഷൻ കോംപ്ലക്സിറ്റീസ്, വോള്യൂംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ആൻഡ് ദീസ് ആർ ഓൾ വെരി ലോ വോള്യൂം വെഹിക്കിൾസ്. ആൻഡ് ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ റിക്വയർമെൻറ്റ് ഉണ്ടാവുക. നമ്മൾ 50s മുതൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഈവൻ പോണ്ടോൻ്റെ കാലഘട്ടം തൊട്ട് നോക്കുകയാണെങ്കിൽ യു ഹാഡ് വാഗൺസ്, പിക്കപ്സ്, റെക്രിയേഷണൽ എസ്റ്റേറ്റ്സ്, ആംബുലൻസസ്, മെഡിക്കൽ വെഹിക്കിൾസ്, അങ്ങനെ പല പല ആപ്ലിക്കേഷൻസിനായിട്ട് നമ്മൾ മെർസിഡീസിൻ്റെ വണ്ടികൾ ഉപയോഗിച്ചിരുന്നു ആ കാലത്ത്. സോ ഈ വണ്ടികളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ സ്പെഷ്യൽ ബോഡി ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അവർ ബേസിക്കലി മെർസിഡീസിൻ്റെ വണ്ടി മേടിച്ചിട്ട് കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്ത്, കട്ട് ചെയ്ത്, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കളഞ്ഞ് വേണ്ട ഭാഗങ്ങൾ ആഡ് ചെയ്ത് അവരൊരു സ്പെഷ്യൽ വെഹിക്കിളായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെ ഒരു ട്രെൻഡ്. എന്നാൽ 124 ഷാസി വന്നു കഴിഞ്ഞപ്പോഴേക്കും മെർസിഡീസ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. ഈ ഒരു സ്പെഷ്യൽ വെഹിക്കിൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വേണം, സോ ദാറ്റ് ദീസ് ആപ്ലിക്കേഷൻസ് ക്യാൻ ബി കേറ്റേർഡ് ടു. അല്ലെങ്കിൽ വേറെ വല്ലവരും വേറെ വണ്ടികളോ വേറെ ബ്രാൻഡ്സോ അതിന് കേറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു വലിയ മാർക്കറ്റ് പോകുന്നു മനസ്സിലായി. അങ്ങനെയാണ് 124 ഉണ്ടാക്കിയപ്പോൾ തന്നെ ആസ് എൻ ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഇറ്റ് വാസ് ഡിസൈൻ ടു ബി ഒരു ഡ്രൈവ് അവേ ഷാസി പോലത്തെ ഒരു സ്പെസിഫിക് വേരിയൻ്റ് ആയിട്ട് തന്നെ ഈ വണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പെഷ്യൽ ബോഡി V പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമുക്കൊരു 124 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം തൊട്ട് ഒരു ഈ ഡോറ് വരെ ആക്ച്വലി വണ്ടി മൊത്തം ഉണ്ടാവും.
സോ നമ്മൾ തുടക്കം തൊട്ട് ഒരു കാര്യം പറയണം, ദ 124 ഷാസിയിൽ എപ്പോഴും വാഗൺ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ സ്പെഷ്യൽ വെഹിക്കിൾസ് ഉണ്ടാക്കിയിരുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ടഡ് ലൈഫ്, സോ ദിസ് കാർ ഓൾസോ സ്റ്റാർട്ടഡ് ലൈഫ് ആസ് എ W124 സ്റ്റേഷൻ വാഗൺ വിച്ച് ഇസ് ദി S124. S124 എടുത്തിട്ട് അവർ ഇവിടം വരെ ഒരു സ്റ്റാൻഡേർഡ് കാറായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ബാക്കിലോട്ട് പോകുമ്പോൾ പല പല ഡിഫറെൻറ്റ് വേരിയൻസ് ആയിട്ട് അവൈലബിൾ ആയിരുന്നു. സോ യു ഹാഡ് ദ എൻറ്റയർ ഫ്ലോർ വിച്ച് വാസ് ദെയർ. ഇത് അഗെയിൻ ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് ഇതിനൊരു എക്സ്ട്രാ ബിറ്റും കൂടെ ഇവിടെ ഉണ്ട്. ആൻഡ് ആ ലോങ് വീൽ ബേസ് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകളിലോട്ടുള്ള ഒരു സാധനങ്ങളും ഇതിനകത്തുണ്ടായിരുന്നില്ല. ഇറ്റ് ഹാഡ് എ ബേസിക് ട്യൂബ് സ്ട്രക്ചർ ഓൺ ബോത്ത് ദ സൈഡ്സ്. ഈ ഡോറിൻ്റെ മാത്രം ഒരു പകുതി, ലോങ് വീൽ ബേസ് വണ്ടിക്ക് ഒരു പകുതി മാത്രം വന്നിരുന്നു വിത്തൗട്ട് ദി ഔട്ടർ സ്കിൻ. ഇന്നർ സ്കിൻ ഉണ്ടായിരുന്നു, ഔട്ടർ സ്കിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങോട്ട് ബാക്കി ഒരു സാധനവും ഈ വണ്ടിയിൽ ഫാക്ടറിയിൽ നിന്ന് വിട്ടപ്പോൾ വന്നിട്ടില്ല. ബട്ട് ദെൻ അഗൈൻ അവിടെ നിന്ന് നേരെ ഈ വണ്ടി പോകുന്നത്, മെർസിഡീസ് തന്നെ ഇത് ഹാഫ് ബിൽറ്റായിട്ട് അസംബിൾ ചെയ്തിട്ട് നേരെ ഇറ്റ് യൂസ് ടു ഗോ ടു ബിൻസ് കാറോസേരിയ. ബിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെർസിഡീസിൻ്റെ വണ്ടികൾ മാത്രം ആ സമയത്ത് സ്പെസിഫിക് ആയിട്ട് ഫാക്ടറിയിൽ നിന്ന് എടുത്ത് കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമറിന് വേണ്ട പോലെ വാട്ട് എവർ സ്പെഷ്യൽ വെഹിക്കിൾ ദാറ്റ് യു നീഡഡ്, സോ യുവർ വാഗൺസ്, പിക്കപ്സ്, എന്ത് സാധനമാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കസ്റ്റമൈസ് ചെയ്തിരുന്നൊരു ജർമ്മൻ കമ്പനിയാണ്. So this company is also very old, 1936 മുതലുള്ളൊരു കമ്പനിയാണ്. ആൻഡ് ദേ വെർ എക്സ്പേർട്സ് ഇൻ ഡൂയിങ് ദിസ് ഫോർ മെർസിഡീസ്. അങ്ങനത്തെ ആ ഒരു കസ്റ്റമൈസറിൻ്റെ അടുത്തോട്ട് പോയിട്ടാണ് പിന്നെ എന്താണ് എൻഡ് കസ്റ്റമർ റിക്വയർമെൻറ്റ് കൊടുക്കുന്നത്, ആ എൻറ്റയർ സാധനം the Bins carrosseria would add on everything onto that and finally deliver this car as a new car to the customer. ഈ സ്പെഷ്യൽ ബോഡി വെഹിക്കിൾസിൽ പറയുമ്പോഴും രണ്ട് വീൽ ബേസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. യു ആർ ദ സ്റ്റാൻഡേർഡ് F124 which was a 2800 mm wheelbase, and you had the VF124 which is a long wheelbase, 3450 mm ആയിരുന്നു ഇതിൻ്റെ വീൽ ബേസ്. ആൻഡ് ഓൾ ദാറ്റ് എക്സ്ട്രാ ലെങ്ത് കംസ് റൈറ്റ് ഇൻ ബിറ്റ്വീൻ ദിസ്. സോ ഈ ഫ്രണ്ട് ഡോറ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏരിയയിലോട്ട് പോകുന്ന വഴിക്കാണ് അതിൻ്റെ ബാക്കി എക്സ്ട്രാ ലെങ്ത്ത് വരുന്നത്. ബിക്കോസ് അവിടെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ സ്പേസ് ആവശ്യമുള്ളതും ടു മേക്ക് ഫോർ ദാറ്റ് സ്പെഷ്യൽ റിക്വയർമെൻറ്റ്. ആൻഡ് നമ്മൾ സാധാരണ ഒരു വണ്ടി വെട്ടി വലുതാക്കി കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്ട്രക്ചറൽ റിജിഡിറ്റിയും കാര്യങ്ങളും എല്ലാം കുളമാവും. Whereas ഈ വണ്ടി, because it was designed from the factory like this, it had all the reinforcements that was needed to make this a properly structurally sound car. നമ്മുടെ ഈ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററിയിലോട്ട് പോകുന്നതിന് മുമ്പ് ലെറ്റ്സ് ഡു ആൻ എക്സ്റ്റീരിയർ വാക്ക് അറൗണ്ട് ഓഫ് ദ കാർ. സോ നമുക്ക് ഫ്രണ്ട് എൻഡ് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ പ്രീ ഫേസ് ലിഫ്റ്റ് 124. അഗൈൻ നമുക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ള വണ്ടികളെല്ലാം ഫേസ് ലിഫ്റ്റ് ആണ്, ബിക്കോസ് ദാറ്റ് വാസ് പോസ്റ്റ് 1993. അപ്പോൾ അതിന് മുമ്പുള്ള വണ്ടികളെല്ലാം പ്രീ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് ലുക്ക് ഓഫ് ദ 124. സൈഡിൽ പാനൽസ് ഒന്നും ഇല്ലാത്ത ഏർലി 124 എന്ന് പറയുന്നൊരു സ്പെക്കാണിത്. നമുക്കൊരു പ്രീ ഫേസ് ലിഫ്റ്റും ഫേസ് ലിഫ്റ്റ് കാറും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഫേസ് ലിഫ്റ്റ് വണ്ടിയിൽ ഈ സ്റ്റാർ വരുന്ന ബോണറ്റയിലാണ്, പ്രീ ഫേസ് ലിഫ്റ്റിൻ്റെ ഗ്രില്ലാണ് വരുന്നത്. പ്രീ ഫേസ് ലിഫ്റ്റ് ഹാഡ് ആംബർ ഇൻഡിക്കേറ്റേഴ്സ്, ഫേസ് ലിഫ്റ്റിന് വൈറ്റ് ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ആൻഡ് ഗ്രില്ല് വ്യത്യാസമുണ്ട്, ഹെഡ്ലൈറ്റ്സ് ആക്ച്വലി കുറച്ച് വ്യത്യാസമുണ്ട്. പെട്ടെന്ന് കണ്ടാൽ സെയിം ആയിട്ട് തോന്നുമെങ്കിലും ദേ ആർ ആക്ച്വലി ക്വൈറ്റ് ഡിഫറെൻറ്റ്. ആൻഡ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു AMG ഹാമർ ലുക്കിലുള്ള ഫ്രണ്ട് ബമ്പർ കൊടുത്തിട്ടുണ്ട്. സോ യു ഹാവ് ദ മോർ അഗ്രസീവ് എയർ ഡാംസ് ഓൺ ദ സൈഡ്സ്. അതേപോലെ ഒരു ഫോഗ് ലൈറ്റിന് പ്രൊവിഷൻ ഉണ്ട്. ആൻഡ് ബാക്കി റെസ്റ്റ് ഓഫ് ദ കാർ ഇസ് ബേസിക്കലി എ സ്റ്റാൻഡേർഡ് 124 ഫ്രം ദ ഫ്രണ്ട് എൻഡ്. ഒരു എക്സ്റ്റീരിയർ വാക്ക് അറൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ വണ്ടിയുടെ ഫ്രണ്ട് എൻഡ് കാണുമ്പോൾ ഓക്കെ നമ്മൾ വിചാരിക്കും ഓക്കെ ഇറ്റ്സ് സ്ലൈറ്റ്ലി മോഡിഫൈഡ് 124, കാര്യം ബമ്പേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ കഥ മാറുന്നത് നമ്മളിതിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴാണ്. ഇത് ഫ്രെയിമിൽ എത്രത്തോളം കിട്ടേണ്ടെന്നറിയില്ല ഓൺ ഹൗ ഹ്യൂമങ്കസ് ദിസ് വെഹിക്കിൾ ഇസ് ആക്ച്വലി. നമുക്കിതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ്സ്, സം സ്റ്റാൻഡേർഡ്, സം ദാറ്റ് വി ഹവ് മോഡിഫൈഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം. നമ്മൾ ഈ ഫ്രണ്ട് എൻഡ് നോക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ദീസ് AMG മോണോബ്ലോക്ക് വീൽസ്. ഈ AMG മോണോബ്ലോക്ക് വീൽസ് എന്ന് പറയുമ്പോൾ 80s 90s മെർസിഡീസിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് വീൽസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ്. അത് ആ ഒരു എറേനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്പോർട്സ് വീലാണ് ദീസ് മോണോബ്ലോക്സ്. ദിസ് വൺ ഇസ് എ വെരി നൈസ് ഡിസൈൻ. സോ ദിസ് ഇസ് എ ജെനുവിൻ AMG റിം. 245, 40, 18 ടയേഴ്സാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് 124ന് 15 ഇഞ്ച് റിംസാണ് വരുന്നത്. സോ അത്രയും വലുതാക്കിയിട്ടുണ്ട്. സസ്പെൻഷനെ നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, വണ്ടി ചെറുതായിട്ടൊന്ന് ലോവർ ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്റ്റാൻസ് കറക്റ്റ് ആക്കാൻ, ഇത് ക്ലിയർ ചെയ്യാനായിട്ടും. ബട്ട് അഗൈൻ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്റ്റിഫ് ആയതുകൊണ്ട് തന്നെ ഇത് വീലാർച്ചിൽ തട്ടോ മുട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഞാൻ ഓടിച്ചിട്ടുണ്ടായിട്ടില്ല. സോ ദാറ്റ്സ് ഗ്രേറ്റ് ഇൻ ദാറ്റ് വേ. സോ നമ്മൾ വീൽസ് കഴിഞ്ഞ് ബാക്കിലോട്ട് വരുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ദീസ് 2 ബോഡി മോൾഡിങ്സ് ദാറ്റ് ആർ ഓൺ ദ സൈഡ്, ഈ മുകളിലും താഴെയായിട്ടുള്ളത്. സോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പ്രീ ഫേസ് ലിഫ്റ്റ് 124 ആണ്, ഇതിനകത്ത് പാനൽസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. സോ ദീസ് പാനൽസ് വെർ ആക്ച്വലി ഫോൺലി കോൾഡ് ആസ് സാക്കോ പാനൽസ് ഇൻ ഓണർ ഓഫ് ദ ഡിസൈനർ ബ്രൂണോ സാക്കോ. പുള്ളിയുടെ എല്ലാ ഡിസൈൻസിലും ആ ടൈമിൽ ബി ദ W201 190, ദ W140 എസ് ക്ലാസ് ഓർ ദ W124 എല്ലാത്തിലും പുള്ളി ഒരു ഫേസ് ലിഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സൈഡ് പാനൽസ് ആഡ് ചെയ്തു. അത് ആ എറയുടെ ഒരു ഡിഫൈനിങ് ഫീച്ചറായിരുന്നു.
സോ ആ പാനൽസ് വരുന്നതിന് മുമ്പത്തെ വണ്ടികളിലാണ് നമ്മൾ ഈ പ്രീ ഫേസ് ലിഫ്റ്റ് ജെൻ 1 കാർസ്. പ്രീ ഫേസ് ലിഫ്റ്റും ഈ പാനലിൽ വന്നിട്ടുണ്ട്. ഒരു 2-3 കൊല്ലം ഇൻടു ദ 124 പ്രൊഡക്ഷൻ നമുക്ക് ആ പാനൽസ് വന്നു. സോ ഈ വണ്ടിയിൽ ആ പാനൽസ് ഇല്ല. അതുകൊണ്ട് തന്നെ ദാറ്റ് മേക്സ് ഇറ്റ് ഈവൻ മോർ റെയർ, ബിക്കോസ് ഈ പാനൽ ഇല്ലാത്ത വണ്ടികൾ വളരെ കുറച്ചേ കാണുള്ളൂ. ആദ്യത്തെ ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് പ്രൊഡക്ഷനിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ്സ് വെയർ ദ സിമിലാരിറ്റി വിത്ത് എ റെഗുലർ 124 എൻഡ്സ്. പിന്നെ നമ്മൾ കാണുന്ന ഇസ് ദിസ് വൈഡ് എക്സ്പാൻസ് ഓഫ് ബോഡി വർക്ക് ദറ്റ് യു സീ. അഗെയിൻ നമുക്ക് ഇത് ലോങ് വീൽ ബേസ് അല്ലെങ്കിൽ എക്സ്ട്രാ ലോങ് വീൽ ബേസ് എന്ന് പറഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഈ ഡോറ് കാണുമ്പോൾ മനസ്സിലാവും ഇറ്റ്സ് സിഗ്നിഫിക്കൻ്റ്ലി ലോങ്ങർ ദാൻ എനി നോർമൽ കാർ ഓർ വാഗൺ ഡോർ ദറ്റ് യു ഹവ് സീൻ. ആൻഡ് അതുമാത്രമല്ല, ഇവിടെ ഈ ഒരു എക്സ്ട്രാ ബിറ്റും കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞ ആ എക്സ്ട്രാ വീൽ ബേസിൻ്റെ ഒരു ഭാഗം ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഡോർ എന്ന് പറയുമ്പോഴും ഈ വാഗൺസിന് എല്ലാത്തിനും, ഈ VF പ്ലാറ്റ്ഫോമിലുള്ള വാഗൺസ് എല്ലാത്തിനും ഒരു ഡോറ് മാത്രമേ ഈ സൈഡിൽ വന്നിട്ടുള്ളൂ. അപ്പുറത്തെ സൈഡിൽ ഒരു empty പാനലായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഡോർ ഇസ് അഗൈൻ കസ്റ്റമൈസ്ഡ് കംപ്ലീറ്റ്ലി. ഇതിൻ്റെ ഗ്ലാസ് താഴും. ഇത് ഓരോ ബോഡി ബിൽഡർ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ്. ഈ വണ്ടിയിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇവിടെ കൂടെ എൻട്രിയും ബാക്കിലുള്ള പരിപാടികൾക്ക് എല്ലാത്തിനായിട്ട് കയറാനുള്ള ഒരു മെയിൻ ഡോറായിട്ട് വെച്ചിരുന്നത് ഇതാണ്. ആൻഡ് ദാറ്റ്സ് വൈ ദേ ഹവ് കെപ്റ്റ് ദിസ് ഡോർ. അഗെയിൻ നമ്മൾ അതിന് ബാക്കിലോട്ട് വരുമ്പോൾ യു ഹാവ് 1 more വിൻഡോ. ഇതൊരു ഫിക്സ്ഡ് ഗ്ലാസ് ആണ്. യു കാൺ ലോവർ ഇറ്റ് ഓർ ഡു എനിത്തിങ് വിത്ത് ഇറ്റ്. ഇതൊരു ടിൻറ്റഡ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ബേസിക്കലി വാട്ട് എവർ ഇസ് ഇൻ ദെയർ നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ പിന്നെ കാണുന്ന സാധനം ദിസ് മാസീവ് ഓണിങ്. ഇത് നമുക്ക് മിസ് ചെയ്യാൻ ഒരു വഴിയില്ല. സോ അഖിൽ ഇത് ആഡ് ചെയ്തതാണ്. ഒരു ക്യാമ്പർ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഫുള്ളി കംപ്ലീറ്റ് യെറ്റ്, ബട്ട് അതിന് ഇവൻച്വലി വിൽ ബി ഗെറ്റിംഗ് ദെയർ. സോ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഫോർ ദ ട്രൂ എസെൻസ് ഓഫ് ക്യാമ്പിംഗ് ഇതൊരു 270 ഡിഗ്രിയാണ്. ഇവിടെ തൊട്ട് നേരെ ബാക്കിലോട്ട് വരെ പോകും. ആൻഡ് ഇറ്റ്സ് ഇൻക്രെഡിബിളി യൂസ്ഫുൾ വെൻ യു ടേക്ക് ദിസ് കാർ ഔട്ട് സംവെയർ. ഇതിനകത്ത് കുറേ കസാരകളും കാര്യങ്ങളൊക്കെ അവൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്തൊരു ട്രിപ്പിന് പോവുകയാണെങ്കിലും ഇറ്റ് ഇസ് ലിറ്ററലി ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് നമ്മൾ ഈ ഓണിംഗ് ഒക്കെ തുറന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ. ആൻഡ് ഈ ഓണിംഗ് ഇസ് ആക്ച്വലി കവറിങ് അപ്പ് ദിസ് മാസീവ് ഡോം ഇൻസൈഡ്. നമുക്ക് അകത്ത് സത്യം പറഞ്ഞാൽ നിൽക്കാനുള്ള സ്ഥലമുണ്ട് ഓൾമോസ്റ്റ്. ആൻഡ് ഫോർ വാട്ട് എവർ ആപ്ലിക്കേഷൻ ദാറ്റ് വി വോണ്ട് ടു കസ്റ്റമൈസ് ദിസ് പ്ലാറ്റ്ഫോം ഫോർ, നമുക്കത് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഇസ് സോ ഫ്ലെക്സിബിൾ. നമ്മളൊരു ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ വെഹിക്കിളിൽ പറയുമ്പോൾ അല്ലെങ്കിൽ പഴയ വാൻസിലൊക്കെ പറയുമ്പോൾ യു ഹാവ് എ ഷോർട്ട് സൈഡ് ആൻഡ് എ ലോങ് സൈഡ്. ഷോർട്ട് സൈഡാണ് ഡോറ് വരുന്ന സൈഡ്. ലോങ് സൈഡ് ഈസ് യൂഷ്വലി ദ ലോങ് പാനൽ വെ യു ഡോണ്ട് ഹാവ് എനി ബ്രേക്സ്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ലോങ് സൈഡിലാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഇസ് ദ റിയർ വ്യൂ മിറർ. 124s എല്ലാത്തിനും the driver side rear view mirror is a different shape compared to the passenger side rear view mirror. Passenger side എപ്പോഴും കുറച്ചുകൂടി ഷോർട്ടർ ആണ്. നമുക്ക് സൈഡിലോട്ട് കുറച്ച് ചേർത്ത് ഓടിക്കണമെങ്കിലോ നാരോ സ്ട്രീറ്റ്സ് കൂടെ പോകണമെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവരിത് കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ കുറച്ചും കൂടെ സ്ലീക്കർ ലോങ്ങർ യൂണിറ്റ് ആയിരിക്കും. അത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കാർസ് ആണെങ്കിൽ ദീസ് ആർ ഫ്ലിപ്ഡ്. സോ അത് കഴിഞ്ഞ് ബാക്കിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ സൈഡിൽ ശരിക്കും ഈ എക്സ്ട്രാ റൂഫും ഈ ബിൻസ് ചെയ്തിരിക്കുന്ന ബോഡി വർക്കിൻ്റെ കംപ്ലീറ്റ് ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. ദിസ് ഇസ് റിയലി വെൽ ഡൺ. ഭയങ്കര ഹൈ ക്വാളിറ്റി ബോഡി വർക്കാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു തട്ടിക്കൂട്ട് പരിപാടി അല്ല ഇത്. ദിസ് ഇസ് ആസ് ഗുഡ് ആസ് എനി ഫാക്ടറി ബിൽറ്റ് ഓട്ടോമൊബൈൽ. അഗെയിൻ ജർമ്മൻ മാനുഫാക്ചർ. അപ്പോൾ അവരുടെ ആ ഒരു ക്വാളിറ്റി സ്പെക്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇമാജിൻ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് റിയലി ഫാൻറ്റാസ്റ്റിക്കലി ഡൺ. ഞാൻ ഈ വണ്ടി കംപ്ലീറ്റ് സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം ദാറ്റ് ദ ബോഡി വർക്ക് ഓൺ ദിസ് ഇസ് ആക്ച്വലി ഇൻസെയിൻ ഹൈ ക്വാളിറ്റി. സോ നമ്മൾ പിന്നെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സൈഡിൽ ഡോർ ഉണ്ടാവില്ല ഈ VF വാഗൺസിന്. ബിക്കോസ് ഇവിടെ ഇതിൻ്റെ അകത്തെല്ലാം സ്പെഷ്യൽ എക്വിപ്മെൻറ്റ് ഫോർ വാട്ട് എവർ ആപ്ലിക്കേഷൻ, ബി ഇറ്റ് മെഡിക്കൽ വെഹിക്കിൾ, ബി ഇറ്റ് ക്യാമ്പർ, ബി ഇറ്റ് ലിമോ, വാട്ട് എവർ എന്താണെങ്കിലും അതിനുള്ള സാധനങ്ങൾ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ദിസ് ഇസ് ഓൾവേസ് ഒരു സ്റ്റോറേജ് സൈഡ് പോലെ. സോ അതുകൊണ്ട് തന്നെ ഈ സൈഡിലൊരു ഡോറും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഡോർ ഉണ്ടാക്കിയിട്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നതല്ല. ഡോർ ഫാക്ടറിയിൽ നിന്ന് ഇവിടെ ഒരു സാധനവും വരുന്നില്ല. സോ യു ഹാവ് എ വെരി നൈസ് ക്ലീൻ ലോങ് പാനൽ ഹിയർ. നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ദർ ഇസ് ദിസ് വെരി ഇൻട്രസ്റ്റിംഗ് ലുക്കിംഗ് ബ്ലാക്ക് ബോക്സ് ദാറ്റ് യു സീ. ഇത് ആക്ച്വലി ഒരു പവർ ഇൻലെറ്റാണ്. നമ്മൾ ഈ വണ്ടി അബ്രോഡ് ട്രെയിലർ പാർക്സിലും ക്യാമ്പിംഗ് പാർക്സിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ യൂഷ്വലി ഒരു പവർ സോക്കറ്റ് ഉണ്ടാവും വേർ ഓൾ ദീസ് വെഹിക്കിൾസ് ക്യാൻ ബി പ്ലഗ്ഡ് ഇൻ. നമ്മൾ പഴയ ഫോക്സ്വാഗൻ വെസ്റ്റ്ഫാലിയ ക്യാമ്പസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ പവർ ഉണ്ടാവും. നമ്മൾ ആ പവർ എടുത്ത് നമുക്ക് വണ്ടിയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ വണ്ടിക്ക് അകത്തുള്ള ക്യാമ്പിംഗ് എക്വിപ്മെൻറ്റ്, ബി ഇറ്റ് ഫ്രിഡ്ജ്, ബി ഇറ്റ് സ്റ്റവ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബാറ്ററീസ്, അങ്ങനത്തെ സാധനങ്ങൾ, അതേപോലെ ഫാൻസ്, എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം വണ്ടിയുടെ ബാറ്ററി ഉപയോഗിക്കാണ്ട് നമുക്ക് ഈ പവർ യൂസ് ചെയ്ത് അത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഓവർനൈറ്റ് കിടക്കുകയാണ് ആൻഡ് യു ഹാവ് എ സ്മോൾ കൂളിംഗ് യൂണിറ്റ് ഓർ എൻ AC ഓർ ഫ്രിഡ്ജ് വോട്ട് എവർ, നമുക്കതെല്ലാം ഈ പവർ സോക്കറ്റ് വഴി പവർ എടുത്തിട്ട് നമുക്ക് യു ക്യാൻ യൂസ് ഓൾ ദറ്റ് ആക്സറി വിത്തൗട്ട് ഡ്രെയിനിങ് ദ കാർ ബാറ്ററി. അതൊരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെ ട്രെയിലർ പാർക്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമുക്കിവിടെ ക്യാമ്പിങ്ങും ട്രെയിലർ ടൂറിസം ഒക്കെ വരുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മേ ബി വിൽ സീ സംതിങ് ലൈക്ക് ദിസ് ഇൻ ദ ഫ്യൂച്ചർ.
സോ അങ്ങനെ ഫൈനലി വി കം ടു ദി റിയർ എൻഡ് ഓഫ് ദ F124. റിയർ എൻഡ് അഗെയിൻ കൂടുതൽ ഇതിന് ഡിസൈനിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. ദിസ് ഇസ് എ വെരി ഫങ്ഷണൽ റിയർ എൻഡ്, ഇറ്റ്സ് എ വെരി ഫങ്ഷണൽ കാർ. സോ ബേസിക്കലി എവറിത്തിങ് ജസ്റ്റ് ടെർമിനേറ്റ്സ് ചെയ്യാറ്. നമുക്ക് ആ സൈഡിൽ കാണുന്ന ആ ഒരു ലോങ് ലൈൻ അങ്ങനെ ഇത് ഇസ് കണ്ടിന്യൂഡ് ഓൾ അക്രോസ് ദ റിയർ. പിന്നെ വേറെ ട്രിംസോ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ യു ഹാവ് ദീസ് 2 നമ്പർ പ്ലേറ്റ് ലൈറ്റ്സ് ആൻഡ് ഇതാണ് ബൂട്ട് ഹാൻഡിൽ. ഇത് പ്രസ് ചെയ്തിട്ട് ഇവിടെ തുറക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ക്രെവിസ് പോലെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദീസ് ടെയിൽ ലൈറ്റ്സ് ഇത് വാഗണിൻ്റെ ടെയിൽ ലൈറ്റ്സ് ആണ്. 124 വാഗണിന് വരുന്ന ടെയിൽ ലൈറ്റ്സ് ആണ്. വെരി റെയർ, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഫൈൻഡ് ദീസ് ഡേയ്സ്. സോ ദാറ്റ്സ് ഓൾസോ എ നൈസ് തിങ് ടു ഹാവ് ഇൻ ഗുഡ് കണ്ടീഷൻ. ബമ്പർ എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമായിട്ടൊരു തള്ളി നിൽക്കുന്ന ബമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം ഇതിൻ്റെ തന്നെ പല വേർഷൻസിനും ഇതിനൊരു ടോയിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ടോ ഹുക്കും കാര്യങ്ങളെല്ലാം വന്നിരുന്നു. അപ്പോൾ ഈ റിയർ ബമ്പർ വാസ് കെപ്റ്റ് ആസ് മിനിമൽ ആസ് പോസിബിൾ സോ ദാറ്റ് ആ അറ്റാച്ച്മെൻറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ റിയർ വിൻസ്ക്രീനും വെരി പ്ലെയിൻ, ബാക്കിൽ വൈപ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോ ദിസ് ഇസ് എ വെരി ക്ലീൻ ഫങ്ഷണൽ റിയർ എൻഡ് വിത്ത് നത്തിങ് മച്ച് ടു സേ. നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ബട്ട് ആസ് ഓഫ് നൗ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. സോ നമുക്ക് എക്സ്റ്റീരിയർ എല്ലാം കവർ ചെയ്ത് സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും കൂടെ ഒന്ന് നോക്കാം. ആ ഡോർ അടയ്ക്കണത് തന്നെ ഒരു ബാങ്ക് വോൾട്ട് ലൈക്ക് ഫീലാണ്. ആൻഡ് ദാറ്റ് ട്രൂലി ഡിഫൈൻസ് 124 ഓർ എനി ക്ലാസിക് മെർസിഡീസ്. നമുക്ക് ആ G-Wagonലൊക്കെ നമ്മളെല്ലാവരും പറയാറുണ്ട് അത് അടയ്ക്കുന്നതിൻ്റെ ഒരു സ്പെസിഫിക് സൗണ്ട് ഉണ്ട് എന്നുള്ളത്. ആക്ച്വലി ഓൾ ഓൾഡ് മെർസിഡീസ് ഹാവ് ദാറ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഒരു നോട്ട്. നമുക്ക് ശരിക്കും അത് അടയ്ക്കുമ്പോഴുള്ള ആ കിട്ടുന്നൊരു ഫീലിംഗ് ഇസ് സംതിങ് എൽസ്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് പറയുകയാണെങ്കിൽ ദ ഫ്രണ്ട് എൻഡ് ഇസ് ആക്ച്വലി വെരി സ്റ്റാൻഡേർഡ് 124 സ്പെക്ക്. നമുക്ക് യു ഹാവ് എ ബ്ലാക്ക് ഡാഷ്ബോർഡ്. പ്രീ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നോൺ എയർ ബാഗ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് അക്കിലൊരു കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി ടീക്കൂഡിൽ ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ്, കംപ്ലീറ്റ്ലി കസ്റ്റം ഡൺ ആൻഡ് മാച്ചസ് വിത്ത് ദ സെബ്രാനോ വുഡ് ദാറ്റ് ഇസ് ഓൺ ദ സെൻറ്റർ കൺസോൾ. സോ അഗെയിൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയണം ദാറ്റ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആർ നോട്ട് യെറ്റ് കംപ്ലീറ്റ്. ഇത് നമ്മുടെ മെർസിഡീസ് ബെൻസിൻ്റെ ഒഫീഷ്യൽ റാലി ഉണ്ടായിരുന്നു ബോംബെയിൽ. അതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഹറിഡായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ തീർന്നിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് തിങ്സ് വിൽ ഗെറ്റ് കംപ്ലീറ്റഡ് വെരി സൂൺ. ഗോയിങ് ഫോർവേഡ് നമുക്കിതിനകത്ത് പറയാനുള്ളത് ഫ്രണ്ടിലോട്ട് കാണുമ്പോൾ ആ സമയത്ത് ഇതിനകത്തുണ്ടായിരുന്ന ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. രണ്ട് സൈഡിലും നമുക്ക് യു ക്യാൻ കീപ്പ് സെപ്പറേറ്റ് ടെമ്പറേച്ചേഴ്സ്. പാസഞ്ചറിനും ഡ്രൈവറിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ AC കൺട്രോൾസൊക്കെ ഇവിടെ ഇലക്ട്രോണിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഇക്കോ മോഡുണ്ട്, റീസർക്കുലേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. റിയർ റീഡിംഗ് ലൈറ്റും കാര്യങ്ങളെല്ലാം കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. മെർസിഡീസ് ബെൻസിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻ അഗൈൻ വെരി ബേസിക്. ടാക്കോമീറ്റർ, ടെമ്പറേച്ചർ ഗേജ്, ഓയിൽ പ്രഷർ ഗേജ് ഇതെല്ലാം ഉണ്ട്. ഫ്യൂവൽ ഗേജ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. കോംപ്രിഹെൻസീവ് ബട്ട് വെരി സിമ്പിൾ, നൈസ്ലി ലേഡ് ഔട്ട്. യെല്ലോ മീറ്റേഴ്സ് ഓൺ ബ്ലാക്ക് ഡയൽസ്, വെരി സിമ്പിൾ ആൻഡ് നൈസ്ലി ഡൺ. ഒരു ചെറിയൊരു ബിറ്റ് 124 പറയാനുള്ളത് ഇസ് ദിസ് സ്മോൾ ലിറ്റിൽ വൈസർ ദാറ്റ് യു ഹാവ് ഹിയർ. നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ആലോചിക്കുന്ന സാധനമാണ് നമുക്ക് കറക്റ്റ് ഇത് 2 വൈസർ താത്തിയിട്ടാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വെയിലടിക്കും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു വൈസർ ഇവിടെ ഉണ്ട്. ദാറ്റ്സ് എ വെരി നൈസ് നിഫ്റ്റി ലിറ്റിൽ ടച്ച്. അതേപോലെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ മുകളിലായിട്ടാണ് കാണിക്കുക. നമുക്കൊരു ലൈറ്റ് വരും ഡ്രൈവറോ പാസഞ്ചറിൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളത്. ബട്ട് അതർവൈസ് ഇറ്റ്സ് ഫെയർലി സ്റ്റാൻഡേർഡ്. ഇവിടെ ഒരു റോളിംഗ് കവറുണ്ട് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ബാക്കി പവർ വിൻഡോ കൺട്രോൾസ്, പവർ മിറേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വന്നിരിക്കുന്നത്. സാധാരണ പ്രീഫേസ് ലിഫ്റ്റ് 124 പലതിനും ഡ്രൈവേഴ്സ് സൈഡ് മാനുവലും പാസഞ്ചർ സൈഡ് പവറുമാണ്. ഈ വണ്ടിക്ക് 2 സൈഡിലും പവർഡ് മിറേഴ്സാണ് വന്നിരിക്കുന്നത്. കീ അഗെയിൻ ലൈക്ക് ഓൾ മെർസിഡീസ് ഈ സൈഡിലാണ്. ഓൾ ക്ലാസിക് മെർസിഡീസ് ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ദെൻ യു ഹാവ് ലൈറ്റ് കൺട്രോൾസ് ആൻഡ് എവറിത്തിങ് ഹിയർ. സോ ഫ്രണ്ട് എൻഡ് പ്രത്യേകിച്ച് അങ്ങനെ അധികം പറയാനൊന്നുമില്ല. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് 124. ഓൾ ദി ആക്ഷൻ ഇസ് ഇൻ ദ റിയർ എൻഡ്. നമുക്കതൊന്ന് നോക്കാം. ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അഗെയിൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് കാർ ഇസ് ദ ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ റിയർ സീറ്റിലോട്ട് വരുമ്പോഴാണ് ആക്ച്വലി അതിൻ്റെ കാര്യം പറയേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് അഗെയിൻ ഇറ്റ് വാസ് ഓൾവേസ് ഫോർ ദ ഡ്രൈവർ. ആൻഡ് ഈ സീറ്റിലും ഞാനിരിക്കുന്ന ഈ സ്ഥലമാണ് ഈ വണ്ടിയുടെ കീ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ദിസ് കാർ ഒറിജിനലി കെയിം ടു ഇന്ത്യ ടു ദ രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവനാണ് ഈ വണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മെർസിഡീസിൽ. ആ കാലത്ത് ഇറ്റ് കെയിം അറൗണ്ട് 1988 ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലോട്ട് വന്നത്. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷനാണ് വന്നത്. ദിസ് വാസ് ബ്രോട്ട് ഡൗൺ ഓൺ ദ സ്പെഷ്യൽ റിക്വസ്റ്റ് ഫോർ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ കോൺവോയ്ക്ക് വേണ്ടിയിട്ട് വന്ന വണ്ടിയാണ്. ഒരു മെഡിക്കൽ സപ്പോർട്ട് വെഹിക്കിളായിട്ട് വന്നതാണ്.
സോ നമ്മൾ ആ സമയത്തുള്ള ഏർലി 90s 93, 92, 91 ആ സമയത്തുള്ള 26th ജാനുവരിയുടെ നമ്മുടെ റിപ്പബ്ലിക് ഡേ പെറേഡ് കാണുവാണെങ്കിൽ ഈ വണ്ടി നമുക്കതിൽ കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഓക്യുപ്പൈസ് പ്രൈഡ് ഓഫ് പ്ലേസ്. കാര്യം ആ മെയിൻ പ്രസിഡൻറ്റ് കോൺവോയ് 1-2 വണ്ടികളുടെ കൂട്ടത്തിൽ തന്നെ പോകുന്ന ഒരു അത്രയും പ്രാധാന്യമുള്ളൊരു വണ്ടിയാണിത്. ആൻഡ് ഇറ്റ് ഫീൽസ് റിയലി സ്പെഷ്യൽ. ആ ഒരു കാലത്ത് നമ്മൾ ടി വിയിൽ ദൂരദർശനിൽ മാത്രം കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു വണ്ടി ഇപ്പോൾ എനിക്കതിനകത്ത് ഇരിക്കാൻ പറ്റും, ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ഓടിക്കാൻ പറ്റും എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫീലിംഗ്. അത് എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് നമുക്ക് ഐ ഡോണ്ട് നോ ഹൗ വെൽ ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ദാറ്റ്, ബട്ട് ഇറ്റ്സ് റിയലി സ്പെഷ്യൽ. ആൻഡ് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ദിസ് കാർ ഹാസ് ബീൻ ബേബീഡ് ഫോർ ദ ഫസ്റ്റ് മേ ബി 20-25 years ഓഫ് ഇറ്റ്സ് ലൈഫ്. അത് കഴിഞ്ഞ് ഇത് എങ്ങും എത്തൂല എന്ന് വിചാരിച്ച് നൗ ഇറ്റ്സ് ബാക്ക് വിത്ത് എ ബാങ്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് ചരിത്രം പറയാം. ഈ വണ്ടി അഗൈൻ 1987-88 കാലഘട്ടത്തിൽ ജർമ്മനിയിൽ ഉണ്ടാക്കി, മെർസിഡീസ് ഫാക്ടറിയിൽ ഇത് ഒരു സ്പെഷ്യൽ വെഹിക്കിൾ ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഇറ്റ് വെൻ ടു ബിൻസ് കറോസേരിയ. അവിടെ നിന്ന് ഈ വണ്ടി അവർ കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞ റിക്വയർമെൻറ്റ് അനുസരിച്ച് എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു കസ്റ്റം ഇൻഡിവിജ്വൽ വെഹിക്കിളായിട്ട് ഇന്ത്യയിലോട്ട് വന്നതാണ്. ഇറ്റ് വാസ് ഇമ്പോർട്ടഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് ദെൻ ഇറ്റ് കെയിം ഡൗൺ. രാഷ്ട്രപതി ഭവനിലാണ് ഇതിൻ്റെ ആദ്യത്തെ ഡെക്കേഡ്സ് ഓഫ് ഇറ്റ്സ് ലൈഫ് ഇത് ജീവിച്ചത്. ആൻഡ് ഒരു രാഷ്ട്രപതി ഭവൻ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഭയങ്കര സ്പെഷ്യലാണ്. കാര്യം അതിൽ വെരി വെരി ഫ്യൂ പീപ്പിൾ ഹാവ് ആക്സസ് ടു ഇറ്റ്. ഓടിക്കണ കാര്യമൊക്കെ മറന്നേക്കുക. അതിനൊരു ഡെസിഗ്നേറ്റഡ് ഒരു ഡ്രൈവറുണ്ട്, അങ്ങേർക്ക് മാത്രമേ ആ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അതിന് ഡെസിഗ്നേറ്റഡ് റൂട്ട്സ് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ പാർക്കിംഗ് സ്ഥലം വരെ ഇറ്റ് ഈസ് വെരി സ്പെഷ്യൽ. അതൊരു വളരെ സേഫ് എൻവയറമെൻറ്റിൽ ഓൾവേസ് പാർക്ക് ചെയ്ത് ഇത് സർവീസ് ചെയ്യാനാണെങ്കിൽ സ്പെഷ്യൽ ടീംസ് വന്ന് സർവീസ് ചെയ്യുന്നതാണ്. സോ ഈ വണ്ടി 80s ഇന്ത്യയിലോട്ട് വരുമ്പോൾ മെർസിഡീസിന് ഒഫീഷ്യൽ ഇന്ത്യയിൽ ഡീലർഷിപ്പും കാര്യങ്ങളൊന്നുമില്ല. സോ ഇത് പുറത്തുള്ള ലോക്കൽ മെക്കാനിക്സിനെ ആരെയും കയറ്റില്ല. ഇത് സ്റ്റുട്ട്ഗാർട്ടിൽ നിന്നുള്ള മെക്കാനിക്സ് വന്ന് തന്നെയാണ് ഈ വണ്ടി സർവീസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി വളരെ നല്ല കണ്ടീഷനിൽ ആസ് പെർഫെക്റ്റ് ആസ് എനി മെർസിഡീസ് ക്യാൻ ബി ഇൻ ഇന്ത്യ അത്ര പെർഫെക്റ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. നോട്ട് ഇവൺ ഇൻ ഇന്ത്യ, ഇൻ്റർനാഷണലി. കാര്യം ഇത് അത്ര ക്രിട്ടിക്കൽ റോളാണ് ചെയ്യുന്നത്. ഇതൊരു എമർജൻസി യൂസിന് വേണ്ടി മാത്രമുള്ള വണ്ടിയായിരുന്നു. സോ ഇത് പെറേഡ് വെഹിക്കിൾ അല്ലാണ്ട് ഇതിന് പുറത്തങ്ങനെ അധികം ഒരു ജീവിതം ഉണ്ടായിട്ടില്ല. നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഇതിന് വെറും 4000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ എവറിത്തിങ് വാസ് ഓൾമോസ്റ്റ് ഇൻടാക്റ്റ്. ആൻഡ് അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇതൊരു അഗൈൻ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ വെരി ഫ്ലെക്സിബിൾ കാർ. നമുക്കിതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അഖിൽ വെൻ ഹി വാസ് ബിൽഡിംഗ് ദിസ് കാർ നമ്മൾ കുറേ ആലോചിച്ചു എന്ത് ചെയ്യണം. ഇത് ഷുഡ് വി കീപ്പ് ഇറ്റ് ആസ് എ മെഡിക്കൽ വെഹിക്കിൾ ഓർ ഷുഡ് വി കീപ്പ് ഇറ്റ് ഷുഡ് വി മേക്ക് ഇറ്റ് ടു സംതിങ് എൽസ് എന്ന് കുറേ ആലോചിച്ചു. അങ്ങനെ വിചാരിച്ചു ഓക്കെ നമുക്കിതൊരു ഡ്രീം സ്പെക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്യാമ്പറാണ്. നമുക്ക് എപ്പോഴും ഇന്ത്യയിൽ നമുക്ക് തീരെ കിട്ടാത്തൊരു വണ്ടിയാണ് ഒരു ക്യാമ്പിംഗ് വെഹിക്കിൾ അല്ലെങ്കിൽ ഔട്ട്ഡോർ അഡ്വഞ്ചർ വെഹിക്കിൾ. സോ അങ്ങനത്തെ ഒരു ബിൽഡായിട്ടാണ് ഈ വണ്ടി തുടങ്ങിയത്. ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ സോ ഈ സീറ്റാണ് പ്രസിഡൻറ്റിന് എമർജൻസിയിൽ ഇരിക്കാനുള്ള സീറ്റാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദ ലെഗ് റൂം ഓൺ ദിസ് ഇസ് ഫിനോമിനൽ. നമുക്ക് ഒരു വണ്ടിയിലും ഇങ്ങനെ നമുക്ക് കാൽ ഇത്രയും പൊക്കി നീട്ടിയിരിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വെരി നൈസ്. യു ഹാവ് ദിസ് വൈറ്റ് ഗ്ലാസ് ഹിയർ ദാറ്റ് ലെറ്റ്സ് ഇൻ എ ലോട്ട് ഓഫ് ലൈറ്റ്. ടിൻറ്റഡ് ആണ് വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് ദാറ്റ് ഇസ് ദ ലോങ് സൈഡിൽ നമുക്ക് കാണാം ഇവിടെ യു ഹാവ് കംപ്ലീറ്റ് ഷെൽവ്സും സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ആൻഡ് അഗൈൻ ക്യാമ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്, ഒരു കോഫി മെഷീനുണ്ട്, ബാക്കി കുറേ ഷെൽവ്സും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദർ ആർ ഓൾ ദീസ് ലൈറ്റ്സ്. നമ്മൾ ഈ കാണുന്ന ലൈറ്റ്സ് എല്ലാം ഈ വണ്ടിയുടെ ഒറിജിനലാണ്. ദീസ് വെർ ഓൾ എക്വിപ്ഡ് ഫ്രം ഫാക്ടറി, ഫ്രം ബിൻസ്. സോ ഓൾ ദാറ്റ് ഇസ് ദെയർ. ഇവിടെ ഒരു സ്പ്ലിറ്റ് AC യൂണിറ്റ് ഉണ്ട്, വെരി നീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് ഇതിനകത്താണ് വന്നിരിക്കുന്നത്. മുകളിൽ ഇവിടെ ഒരു സ്റ്റോറേജിൻ്റെ സ്പേസ് ഉണ്ട്. ആൻഡ് ടു ഗെറ്റ് എൻ ഐഡിയ ഓഫ് ഹൗ ടോൾ ദ കാർ ഇസ് ഐ ക്യാൻ റിയലി സ്റ്റാൻഡ് ഇൻ ദിസ് കാർ. ഞാൻ തീരെ ഇപ്പോൾ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് ഫുള്ളായിട്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും ഈ വണ്ടിക്കകത്ത്. ആൻഡ് ഇതിനകത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ 2 സീറ്റ്സാണ് വെച്ചിരിക്കുന്നത്. ദീസ് ഓൾ വിൽ ചേഞ്ച് ഇവൻച്വലി. സോ ഇതും സെക്യൂരിറ്റി സ്റ്റാഫിന് ഇരിക്കാൻ വേണ്ടിയുള്ള സീറ്റായിരുന്നു ഇവിടെ ഉള്ളത്. ദാറ്റ് സീറ്റ് ഹാസ് ബീൻ റീറ്റെയിൻഡ്. ഈ 2 സീറ്റ്സ് ദീസ് വിൽ മേക്ക് വേ ഫോർ സംതിങ് എൽസ് ഇൻ ദ ഫ്യൂച്ചർ. ബാക്കിലൊരു ബെഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവിടെ സൈഡിലാണെങ്കിലും യു ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റോറേജ് സ്പേസ്. ആൻഡ് അതേപോലെ സൈഡിൽ കുഷൻ സീറ്റ്സും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അഗൈൻ ഇൻ കീപ്പിംഗ് വിത്ത് ദ ഫൺ തീം ചെറിയൊരു പരിപാടി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റാറി സ്കൈ ഒരു LED ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രാത്രി ഭയങ്കര രസമാണ്. ഇപ്പോൾ ക്യാമറ എത്ര കിട്ടണമെന്ന് അറിയില്ല, ബട്ട് വിത്ത് ദിസ് ഒരു നല്ലൊരു ആംബിയൻറ്റ് ലൈറ്റിംഗ് ആണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇത്രയും വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് റൂഫ് ഉള്ളപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു രസമില്ല. സോ ദാറ്റ്സ് ഓൾസോ ബീൻ ഡൺ. അഗൈൻ അതാണ് ഈ ഒരു ബിൽഡിൻ്റെ ഒരു കോർ ഇത്തോസ്. ഇറ്റ്സ് ഫൺ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഫൺ. നമ്മൾ ഈ വണ്ടി ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു ഫൺ പ്രൊജക്റ്റായിട്ടാണ്.
ആൻഡ് ഇറ്റ്സ് ഒരു ബ്ലാങ്ക് ക്യാൻവാസ്, നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നൊരു ബ്ലാങ്ക് ക്യാൻവാസ് ആയതുകൊണ്ട് അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറേ ടച്ചസും കുറേ കാര്യങ്ങളും ഇനിയും ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ F124ൻ്റെ ഹിസ്റ്ററി പറഞ്ഞു, 124ൻ്റെ ഹിസ്റ്ററി പറഞ്ഞു, ഈ കാറിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു. സോ ഈ കാറിൻ്റെ കേരളത്തിലെ ഹിസ്റ്ററിയും അതേപോലെ എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലായി എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്ററിയും കൂടെ ഞാൻ പറയാം. സോ ഈ വണ്ടി ബേസിക്കലി ഇതിൻ്റെ രാഷ്ട്രപതി ഭവൻ ജീവിതം കഴിഞ്ഞിട്ട് ഇറ്റ് വെൻറ്റ് ഔട്ട് ഓഫ് ഒഫീഷ്യൽ സർവീസ് ആൻഡ് കറങ്ങിത്തിരിഞ്ഞ് എത്തി ഇവിടെ. ആൻഡ് ഇറ്റ് വെൻറ്റ് മിസ്സിങ് ഫോർ ഓൾ ദീസ് ഇയേഴ്സ്. പിന്നെ ആരും ഇതിനെപ്പറ്റി കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഡ്യൂറിങ് പീക്ക് ലോക്ക്ഡൗൺ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു, ഇങ്ങനെ ബ്രോ ഇങ്ങനൊരു വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു കാർഡ് ക്ലിയർ ചെയ്തപ്പോൾ കിട്ടിയതാണ് അതിൻ്റെ അകത്തുനിന്ന്, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചിട്ട്. സോ ഐ വാസ് സ്റ്റക്ക് ഇൻ ബാംഗ്ലൂർ ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ. സോ ഐ കോൾഡ് മൈ ഫ്രണ്ട് അഖിലിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ വണ്ടി ഉണ്ട്, വി ഹാവ് ടു ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പേ ഞാൻ അവിടെ അപ്പുറത്ത് കമ്മിറ്റ് ചെയ്തു ദാറ്റ് എന്തായാലും എടുത്തേക്കാന്നുള്ളത്. അങ്ങനെ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ പ്രോജക്റ്റ് ബിൽഡ് ഡിസ്കസ് ചെയ്തു ആൻഡ് ഹി വാസ് ഓൾസോ ഗെയിം. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതെടുക്കാം, എന്ത് ചെയ്യണം, ഇതെങ്ങനെ ചെയ്യണം, എന്താണ് കണ്ടീഷൻ, ഇതൊന്നും അറിയില്ല, പോയി നോക്കാനുള്ളൊരു സിറ്റുവേഷൻ അല്ല. അഗെയിൻ 2020 ആണ്. സോ ഇറ്റ് വാസ് എ ബ്ലൈൻഡ് പർച്ചേസ്. അഗെയിൻ എൻജിൻ വർക്ക് ചെയ്യണ്ടോ അറിയില്ല, താക്കോലുണ്ടോ എന്ന് പോലും അറിയില്ല, താക്കോലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ബട്ട് എങ്കിലും വി വർ ലൈക്ക് ലെറ്റ്സ് ഗോ ഫോർ ദിസ്. അങ്ങനെ വണ്ടി പോയി കളക്ട് ചെയ്ത് അത് ആ വണ്ടി അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഭയങ്കര ഒരു അഡ്വഞ്ചർ ആയിരുന്നു. കാര്യം താക്കോലുണ്ടായിരുന്നില്ല, ദ സ്റ്റിയറിംഗ് വീൽ വാസ് ലോക്ക്ഡ് ആൻഡ് ഇറ്റ് വാസ് സ്റ്റക്ക്, ദ വീൽ വാസ് സ്റ്റക്ക് ടു സ്റ്റിയറിംഗ് ലോക്കിലായിരുന്നു. അപ്പോൾ അത് ഫ്ലാറ്റ് ബെഡിലോട്ട് കയറ്റാൻ തന്നെ ഒരു 3/4 ദിവസം ഓൾമോസ്റ്റ് എടുത്തു. ആൻഡ് ഫൈൻഡിങ് എ ഫ്ലാറ്റ് ബെഡ് ലോങ് ഇനഫ് ഫോർ ദിസ് കാർ വാസ് ഓൾസോ ഒരു വേറൊരു ടാസ്ക് ആയിരുന്നു. എന്തായാലും അങ്ങനെ എടുത്തു, വണ്ടി കൊണ്ടുവന്നു. സോ വി ബിൽഡ് അഗൈൻ അഖിലിൻ്റെ അറ്റ് ദ ഗറാജിലാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്. So then we started with taking the car out complete നമ്മൾ സ്ട്രിപ്പ് ഔട്ട് ചെയ്തു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത് ഇതിനകത്ത് എന്തോരം വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത്രയും കാലം കിടക്കുന്നതിൻ്റെയും ആ ഒരു സ്റ്റോറേജിൻ്റെ ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ അഴിക്കുമ്പോഴാണ് മനസ്സിലായ ഹൗ ഇൻക്രെഡിബിളി കോംപ്ലെക്സ് that this build was going to be. എങ്കിലും അത് that never was a problem. എന്തായാലും അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലോട്ട് മുന്നോട്ട് പോയി ഈ വണ്ടി ഫ്രം ഗ്രൗണ്ട്സ് അപ്പ് എവറി സിംഗിൾ നട്ട് ആൻഡ് ബോൾട്ട് ഔട്ട് റിസ്റ്റോറേഷനാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് സ്റ്റിൽ നോട്ട് കംപ്ലീറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത്രയെങ്കിലും പെട്ടെന്ന് തീർക്കാൻ പറ്റിയത്. ബട്ട് അഗെയിൻ ഇറ്റ്സ് എ കോൺസ്റ്റൻ്റ്ലി ഇവോൾവിങ് പ്രോജക്റ്റ് ആൻഡ് അവിടെ നിന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു സെവറൽ ലെവൽസ് ഹയർ വെരി സൂൺ. ഇത് ഓരോ തവണ നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും ഇത് റൂട്ടിൽ കാണുമ്പോഴും ഇതിനകത്ത് എന്തെങ്കിലും അഡ്വാൻസ്മെൻറ്റ്സും എന്തെങ്കിലും ചേഞ്ചസും ഇമ്പ്രൂവ്മെൻറ്റ്സും ഈ വണ്ടിയിൽ ഉണ്ടാവും. ആൻഡ് ഇത് തുടക്കം തൊട്ട് തന്നെ എനിക്കും ഇതിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് സീയിങ് ദിസ് കാർ ഫൈനലി ഔട്ട് ഓൺ ദ റോഡ്. ആൻഡ് ഇത് ഫൈനലി ഓടിക്കുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ഇസ് സംതിങ് ദാറ്റ് കാൻ ബി പുട്ട് ടു വേർഡ്സ്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ഇതിൻ്റെ ഡ്രൈവ് ഫീലും ഡ്രൈവ് എക്സ്പീരിയൻസും ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഡ്രൈവിംഗ് ദ F124 Krankenwagen. സോ ഈ വണ്ടി അഗൈൻ ഈ സൈസും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഓടിക്കാൻ പറ്റുമോ, എന്താണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്നുള്ളത് നമുക്ക് ഒരു പിടിയും കിട്ടില്ല. ബട്ട് വൺസ് യു സിറ്റ് ഇൻ ദ ഡ്രൈവേഴ്സ് സീറ്റ് നമുക്ക് മനസ്സിലാക്കും ദാറ്റ് ഇറ്റ് ജസ്റ്റ് റാപ്സ് അറൗണ്ട്. ഇത്രയും വലിയ വണ്ടിയാണെന്നുള്ള ഒരു തോന്നലോ അതേപോലെ ഇത്രയും ബൾക്കി ആണെന്നോ അങ്ങനത്തെ ഒരു തോന്നൽ നമുക്ക് ഒരു രീതിയിലും വരുന്നില്ല. സോ ഈ വണ്ടി അഗൈൻ എനിക്ക് തോന്നുന്നു ഐ മസ്റ്റ് പോസിബിളി ബി ദ ഒരു 5ാമത്തെ 6ാമത്തെ ആളായിരിക്കും ഇതിൻ്റെ ലൈഫ് ടൈമിൽ ഓടിക്കുന്നത്. കാര്യം ഇതിൻ്റെ ഒറിജിനൽ ജീവിതം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഭവനിലായിരുന്നു. അവിടെ ഒരു ഡെസിഗ്നേറ്റഡ് ഡ്രൈവർ ഉണ്ട് ഈ വണ്ടിക്ക്, അങ്ങേര് മാത്രമേ ഈ വണ്ടി ഓടിക്കുകയുള്ളൂ. ഹൈ സെക്യൂരിറ്റി പ്രോട്ടോക്കോളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കയ്യിലോട്ട് വന്നിട്ട് അഖിൽ ഓടിച്ചിട്ടുണ്ടാവും, അഖിലിൻ്റെ ബ്രദർ ഓടിച്ചിട്ടുണ്ടാവും, പിന്നെ ഐ തിങ്ക് ഐ ആം ഡ്രൈവിംഗ് ദിസ് നൗ. സോ ഒരു പ്രിറ്റി യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. കാര്യം ഈ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ വെറും കഷ്ടിച്ച് 4000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അഗൈൻ ഇത് ഒരു പെറേഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ പെറേഡിന് മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് പെറേഡ് എന്ന് പറഞ്ഞാലും ആ രാഷ്ട്രപതി ഭവൻ നമ്മൾ റിപ്പബ്ലിക് ഡേക്ക് കാണുന്ന ആ പെറേഡിന് ജസ്റ്റ് ആ ഒരു ലാപ്പ് അടിക്കുക എന്നല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അഗൈൻ സർവീസിന് പുറത്തേക്ക് എടുക്കും. ആ കാലം തൊട്ട് മെർസിഡീസിൻ്റെ ടീംസ് വരും, അവർ സർവീസ് ചെയ്യും, പോവും. അഗൈൻ ഓൾ വെരി കോൺഫിഡൻഷ്യൽ, പുറത്തൊരു വർക്ക്ഷോപ്പിലും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് ടൈം ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് വി ഹോപ്പ് ടു കണ്ടിന്യൂ ദാറ്റ് വെൽ മെയിൻറ്റെയിൻ ലെഗസി ഹിയർ. എന്തായാലും വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇറ്റ് ഹാസ് എൻ M111 പെട്രോൾ എഞ്ചിൻ, മേക്സ് അബൌട്ട് 150 ഹോഴ്സ് പവർ. ഇറ്റ്സ് മേറ്റഡ് ടു എ 4-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ആ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം ഭയങ്കര പീസ്ഫുള്ളാണ് ഓടിക്കാനായിട്ട്. നമുക്ക്
ആ ഒരു ഷിഫ്റ്റിൻ്റെ ടെൻഷൻസോ അതേപോലെ യു റിയലി ഡോണ്ട് നീഡ് ടു ബി ബോതർഡ് അബൌട്ട് എനിത്തിങ്. നമ്മൾ ഈ ഇടയ്ക്ക് ഈ ഓരോ ആൾക്കാർ സൈഡിൽ വന്ന് വെട്ടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവും, അയ്യോ ഇത്ര സൈസ് ഉണ്ടല്ലോ, എൻ്റെ ബാക്ക് ക്ലിയർ ചെയ്യോ ഫ്രണ്ട് ക്ലിയർ ചെയ്യോ എന്നുള്ളൊരു പേടി അവിടെ മാത്രമാണ് നമുക്ക് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി എഫേർട്ട്ലെസ് ടു ഡ്രൈവ്. ഇപ്പോൾ നമ്മൾ പീക്ക് ട്രാഫിക്കിൽ നിൽക്കുവാണ്, എന്നിട്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ അഗൈൻ മെർസിഡീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേണിംഗ് റേഡിയസും കാര്യങ്ങളെല്ലാം ഭയങ്കര ചെറുതാണ്. അഗൈൻ ഈ ലെങ്ത്ത് മാത്രം ഒന്ന് ഫാക്ടർ ഇൻ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു നീട്ടമുള്ള ഏതൊരു വണ്ടി ഓടിച്ചിട്ടുള്ള ഒരാൾക്കാണെങ്കിലും ഈ വണ്ടി നല്ല പുല്ലുപോലെ ഓടിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെർസിഡീസിൻ്റെ വീൽസൊക്കെ തിരിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. സാധാരണ വണ്ടിക്ക് നമുക്ക് ഇങ്ങനെ തിരിയുമ്പോൾ കൂട്ടത്തിൽ തന്നെ ബെൻസിൻ്റെ വീൽസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊരു ചെറിയൊരു കിടത്തലും കൂടെ ഉണ്ടാവും. ആൻഡ് അതുകൊണ്ട് തന്നെ ഇറ്റ് റിയലി ഇങ്ങനെ ഇവിടെ കുത്തി തിരിയുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ജസ്റ്റ് ടേൺസ് ഓൺ എ ഡൈം, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വിസിബിലിറ്റിയാണ് ആകെ ഒരു പ്രശ്നമായിട്ടുള്ളത്. കാര്യം ഇത്രയും ലെങ്ത് ഉണ്ട്, നമുക്കിത് ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാര്യം ഇറ്റ്സ് റിയലി ലോങ്. സാധാരണ ഒരു മെർസിഡീസ് 124-നെക്കാട്ടിലും വളരെ അധികം ലെങ്ത്ത് കൂടുതലാണ് ഇതിന്. ഓക്കെ, 124-നെക്കാളും ലെങ്ത്ത് കൂടുതൽ 124 വാഗണിനുണ്ട്. 124 വാഗണിനേക്കാളും സിഗ്നിഫിക്കൻറ്റ് വീൽ ബേസ് ഇൻക്രീസ് ഉണ്ട് ഈ വണ്ടിക്ക്, ബിക്കോസ് ദിസ് ഇസ് അഗെയിൻ ദ ലോങ് വീൽ ബേസ് വേരിയൻറ്റ്. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിനകത്ത് അത്യാവശ്യം നമ്മൾ ആ ലെങ്ത്തിന് വേണ്ടി നല്ലൊരു പ്രാധാന്യം കൊടുക്കണം വണ്ടി ഓടിക്കുമ്പോൾ. ആൻഡ് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോറില്ല, നമുക്കവിടെ വിൻഡോസ് ഇല്ല, ഒരു സാധനവും ഇല്ല. സോ ദാറ്റ് എൻറ്റയർ സൈഡ് നമ്മൾ ഒരു ബ്ലൈൻഡ് സൈഡഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് തന്നെ ഓടിക്കണം. ഈ ഒരു മിറർ അക്കിൽ ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഒരു 360 ഡിഗ്രി ക്യാമറയാണ്. അതിൻ്റെ ഫുൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് വി ജസ്റ്റ് ഹാവ് ദ ഫ്രണ്ട് ആൻഡ് റിയർ നൗ. അഗൈൻ ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ. ബട്ട് വൺസ് ദാറ്റ് 360 ക്യാമറ ഇസ് ഓൾസോ ഹുക്ഡ് അപ്പ്, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഈ വണ്ടി നമുക്ക് ഓൾമോസ്റ്റ് ഡെയിലി ഓടിച്ചടക്കാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. സോ ദാറ്റ്സ് ദ എൻജിൻ സൈഡ് ഓഫ് ഇറ്റ്. എൻജിൻ ട്രാൻസ്മിഷൻ അത്യാവശ്യം ഫെയർലി അല്ല വെരി റിലയബിൾ ആണ്. അഗൈൻ 124-ൻ്റെ വൺ ഓഫ് ദ ഹോൾമാർക്ക് ഫീച്ചേഴ്സാണ് റിലയബിലിറ്റി. ആൻഡ് ദിസ് എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലയബിളായിട്ട് ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകേണ്ട കാര്യം പറയുമ്പോഴാണ് ഇതിൻ്റെ വേറൊരു കാര്യം നമ്മൾ പറയേണ്ട, ഇതിൻ്റെ ഹൈറ്റും ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം. സോ ഈ വണ്ടി സ്റ്റാൻഡേർഡായിട്ട് ഇതിൻ്റെ ജീവിതം തുടങ്ങിയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല ഇതിൻ്റെ സ്റ്റാൻസ്. ദിസ് വാസ് സിഗ്നിഫിക്കൻ്റ്ലി ടോളർ. അഗൈൻ ഒരു ഓൾ വെതർ വെഹിക്കിൾ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടോളായിട്ട് എല്ലായിടത്തും പോകുന്നൊരു സ്റ്റാൻസിലാണ് ഈ വണ്ടി ഒറിജിനലി ഫാക്ടറിയിൽ നിന്ന് വിട്ടത്. പക്ഷേ നൗ ദ ബോയ്സ് അറ്റ് ദ ഗറാജ് ഹാവ് ഡൺ എ ലോട്ട് ഓഫ് വർക്ക് ഓൺ ഇറ്റ്. ഇതിനകത്ത് നമ്മൾ 18-inch AMG വീൽസ് ഇട്ടിട്ടുണ്ട്, പ്ലസ് നമ്മൾ സസ്പെൻഷൻ ലോവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഗിവ്സ് ഇറ്റ് ദിസ് ക്രേസി സ്റ്റാൻസ്. ഓക്കെ, നമ്മുടെ പ്രാക്ടിക്കാലിറ്റി കുറച്ച് എഫക്റ്റഡ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ദാറ്റ്സ് ഫൈൻ. അത്രയും ബിക്കോസ് ഇറ്റ് ഹാഡ് അത്രയും ക്ലിയറൻസ് ടു സ്റ്റാർട്ട് വിത്ത്, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. സോ അത് പ്ലസ് ആ AMG ബമ്പേഴ്സും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഓടിക്കുവാണെങ്കിൽ യു ആർ പ്രിറ്റി മച്ച് സോർട്ടഡ്. എന്താ ഈസി ആയിട്ട് യു ടേൺസും കാര്യങ്ങളൊക്കെ വെരി ഈസി. ദാറ്റ് നൈസ് മാർക്ക് ടേണിംഗ് റേഡിയസ് ഹെൽപ്പിംഗ് യു ഔട്ട് ദെയർ. ആൻഡ് നമ്മൾ ആക്ച്വലി ഇത് ഓടിക്കുമ്പോൾ ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ സൈഡിൽ കൂടെ പോകുമ്പോൾ അവർ തിരിഞ്ഞു നോക്കി നമ്മുടെ ലൈനിലോട്ട് കയറുന്ന ഒരു പേടി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമില്ല. പിന്നെന്താ, ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് ആണ്, ABS ഉണ്ട്. സോ ഈവൻ ദോ ഇത്രയും പ്രായമുള്ള ഒരു വണ്ടിയാണെങ്കിലും ബിക്കോസ് ഇറ്റ് വാസ് എ മെർസിഡീസ് ഫ്രം ദാറ്റ് എറ, അതിന് നമ്മളൊരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് സാധാരണ കാണുന്ന അല്ലെങ്കിൽ സാധാരണ റെഗുലർ കാർസിൽ കാണുന്ന ഫീച്ചേഴ്സ് എല്ലാം ഒരു 10-20 കൊല്ലം മുമ്പ് തന്നെ മെർസിഡീസിൽ അത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾ ദാറ്റ് മേക്സ് ഇറ്റ് ഡ്രൈവിംഗ് ദിസ് കാർ ആക്ച്വലി എ ബ്രീസ്. നമ്മൾ പിന്നെ ആ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ ഒരു ഹൈറ്റാണ്. സോ ബാക്കിൽ നമ്മുടെ ബിൻസ് ബോഡി ഇരിക്കുന്നത് അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് ഇരിക്കുന്നത്. ആൻഡ് അതിൻ്റെയും മുകളിലാണ് ഇതിൻ്റെ നമുക്കൊരു എക്സോസ്റ്റ് ഇരിക്കുന്നത്. ആ അകത്തുള്ള ലൈറ്റിന് ഒരു എക്സോസ്റ്റ് വെൻറ്റ് ഉണ്ട് മുകളിൽ കൂടെ. സോ ആ വെൻറ്റ് ഇരിക്കുന്നതാണ് ആക്ച്വലി ഈ കാറിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. ആൻഡ് നമുക്കത് ഇവിടെ ഇരുന്നിട്ട് ഒരു രീതിയിലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് നമ്മൾ മനസ്സിൽ വെച്ച് ഓടിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. സോ ഐ എം പ്രിറ്റി യൂസ് ടു ഇറ്റ് ബിക്കോസ് ഇതിനേക്കാളും പൊക്കമുണ്ട് എൻ്റെ സ്പ്ലിറ്റ് വിൻഡോ ബസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശീലിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വണ്ടി പ്രത്യേകിച്ച് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീൽ ബേസ് ആണ്. ഇതൊരു അൾട്രാ ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ആ കാര്യങ്ങൾ ഒരു ഷാർപ്പ് ഡിപ്സും മംസും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം ഇപ്പം നമ്മൾ മോഡേൺ വണ്ടികളിൽ ഇത്രയും വീൽ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർമാറ്റിക് സസ്പെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, വിച്ച് യു ക്യാൻ റേസ് ആൻഡ് ലോവർ ദ കാർ.
Whereas ഇത് ഒരു ഫിക്സ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ you will have to budget for that when you're approaching ഒരു ക്രസ്റ്റ് ഓർ ഹിൽ ഓർ അങ്ങനത്തെ ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം. ബട്ട് അല്ലാണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി വെരി വെരി പ്രാക്ടിക്കൽ ടു ഡ്രൈവ് അറൗണ്ട് ഓൺ എ ഡെയിലി ബേസിസ്. ആൻഡ് ഈ വണ്ടി ആണെങ്കിലും ഇപ്പോൾ അക്കിൽ ഇതൊരു ക്യാമ്പറായിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പുറത്ത് ഒരു ഫുൾ ഓണിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ബി എ ക്യാമ്പർ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇസ് ദിസ് ഗോയിങ് ടു ബി റെഗുലർലി യൂസ്ഡ്. അപ്പോൾ ആ ഒരു കാര്യം വി ആർ ഓൾ റിയലി ലുക്കിംഗ് ഫോർവേഡ്. നമുക്ക് ഇതിനകത്ത് ഒരു റോഡ് ട്രിപ്പും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും നമുക്ക് കാര്യമായിട്ട് തന്നെ കവർ ചെയ്യാം. സോ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സാധാരണ വീഡിയോസ് പോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഷുഡ് യു ഗെറ്റ് വൺ? വെൽ യു ഷുഡ്, ബട്ട് യു കാൺട്ട്. ദിസ് ഇസ് ഓൺലി വൺ ഇൻ ഇന്ത്യ. ഇതൊരു വെരി റെയർ മോഡലായതുകൊണ്ട് തന്നെ, ആൻഡ് അഗെയിൻ ഇതിങ്ങനെ ഒരു ഒഫീഷ്യൽ ആവശ്യങ്ങളും അതേപോലെ ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ഡിപ്ലോമാറ്റിക് ആവശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വണ്ടി കിട്ടുള്ളായിരുന്നു. സോ യു കാൻ ജസ്റ്റ് ഗോ ടു മെർസിഡീസ് ആൻഡ് ഷോറൂമിൽ പോയിട്ട് എനിക്കൊരു F124 വേണമെന്ന് ആ കാലത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേറെ വണ്ടികളൊന്നും ഇന്ത്യയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈയിങ് വൺ ഈസ് ഇമ്പോസിബിൾ. ബട്ട് ഇഫ് യു ഡു ഫൈൻഡ് വൺ, ദിസ് ഇസ് എ ക്രേസി കാർ ടു ഹാവ്. നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മിസ് ചെയ്തു. ഇസ് ദ കളർ ഓഫ് ദ കാർ. സോ ഈ കളർ ആക്ച്വലി വണ്ടി പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇത് എന്ത് ചെയ്യണം, ഇത് എന്ത് കളർ അടിക്കണം. നമ്മൾ പല സാമ്പിൾസ് മനസ്സിൽ ആലോചിച്ച് നോക്കി. ഇത് എന്ത് ചെയ്താലും ഇതങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഒരു ഡിഫറെൻറ്റ് ഷേപ്പും ഇതിൻ്റെ ഈ ഒരു ബൾക്കും കൂടെ ഉള്ളതുകൊണ്ട് എന്ത് കളർ ചെയ്യും എന്ന് ആലോചിച്ച് നമ്മൾ കുറേ ആലോചിച്ചു. ട്രഡീഷണൽ കളേഴ്സ്, റെഡ്, യെല്ലോ, ഗ്രീൻ, വൈറ്റ്, ബ്ലാക്ക് ഒക്കെ നോക്കിയിട്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ ഫൈനലി ആഫ്റ്റർ ലിറ്ററലി അവേഴ്സ് ആൻഡ് അവേഴ്സ് ഓഫ് ഐറ്ററേഷൻസ് ആൻഡ് പല സാമ്പിൾസ് അടിച്ച് നോക്കി പല കാര്യങ്ങൾ ചെയ്താണ് ഫൈനലി ഈ ഒരു കസ്റ്റം കളറിലോട്ട് നമ്മൾ എത്തിയത്. ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് ലുക്സ് ഫിനോമിനൽ. വേറൊരു വണ്ടിക്കും ഈ ഒരു കളർ പുൾ ഓഫ് ചെയ്യാൻ പറ്റും തോന്നണില്ല. ആൻഡ് ഈ വണ്ടിക്ക് ഐ ഡോണ്ട് തിങ്ക് ദേഴ്സ് അനദർ കളർ ദാറ്റ് സൂട്ട്സ് ഇറ്റ് ബെറ്റർ. സോ ദാറ്റ്സ് എ ഗുഡ് വിൻ. എന്തായാലും ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ F124 വാഗണിൻ്റെ വിശേഷങ്ങൾ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് എപ്പിസോഡ്. ഇതിനെപ്പറ്റിയുള്ള കമൻസും നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.